ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ്. ഇതൊരു നാച്ചുറലായിട്ടുള്ള ഫേഷ്യൽ ബ്ലീച്ചും കൂടെയാണ് കേട്ടോ. നിറം കുറവുള്ളവർക്ക് അവരുടെ സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും കരുവാളിപ്പൊക്കെ മാറാനും മുഖത്തെ കറുത്ത പാടുകൾ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങുമാണ് കേട്ടോ. ഏകദേശം രണ്ടും ഒരേ സൈസിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലി കളയേണ്ട, നന്നായിട്ട് കഴുകിയതിന് ശേഷം രണ്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ളത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മുൾട്ടാണി മിട്ടിയാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ കരിവാളിപ്പ് മാറാനൊക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ മുഖക്കുരുവിൻ്റെ പാടുകളോ അല്ലാതെയുള്ള കറുത്ത പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കാനും സ്കിന്നിലുള്ള അഴുക്കുകളൊക്കെ കളയാനും ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. അപ്പോൾ ഇനി ആവശ്യത്തിന് കടലമാവും കൂടി ചേർത്തിട്ട് നമ്മുടെ ഫേസ് പാക്കിൻ്റെ ആ ഒരു പരുവത്തിൽ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇത് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ കൈ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫേസ് പാക്ക് ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമായിട്ട് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. ഇനിയിപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവരും മുഖക്കുരു ഒക്കെ ഉള്ളവരും ആണെങ്കിൽ അവർക്ക് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതിവിടെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഇപ്പോൾ നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് ഇല്ലാതാക്കാനും നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കാനായിട്ട് ഞാനിപ്പോൾ ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത്. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേഷ്യൽ ബ്ലീച്ചും അതുപോലെ തന്നെ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കും കൂടെയാണിത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്